ഈ ഒരു ഫോണിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞത് ഇതിൽ ഏതൊരു ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ആ ഒരു ആപ്പ് ഓപ്പൺ ആകുന്നതിന് പകരം ഏതെങ്കിലും ഒരു സൈറ്റാണ് ഓപ്പണായി വരുന്നത്. നമ്മുടെ സർവീസ് സെൻറ്ററിൽ ദിവസം ഒന്നോ രണ്ടോ ഫോണുകൾ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട്. പലയിടത്തും കാണിച്ചു കൊടുത്ത് അവിടുന്ന് ഫോൺ ഫോർമാറ്റ് ചെയ്യണം, ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഡാറ്റാസ് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും. ഫോണിലെ ഡാറ്റാസ് കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത്. ഇത് നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്താലും റെഡിയാവും. ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഫോണിലെ ഡാറ്റാസ് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് ചെയ്യാതെ തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിലുള്ള ഒരൊറ്റ ഓപ്ഷൻ ചേഞ്ച് ആയി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതിനായി ഫോണിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് സ്ക്രോൾ ചെയ്ത ശേഷം ഫോണിൻ്റെ ഈ ഒരു സെറ്റിങ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആപ്സ് എന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കിയ ശേഷം അതിൽ തന്നെ ഡിഫാൾട്ട് ആപ്സ് എന്നതിൽ തൊട്ടു താഴെയായി കാണുന്ന ഹോം ആപ്പ് എന്നത് സെലക്ട് ചെയ്യുക. ഇതിൽ ഡിഫാൾട്ട് ഹോം ആപ്പ് എന്നത് സിസ്റ്റം ലോഞ്ചർ സെലക്ട് ചെയ്യുക. ഇത് സിസ്റ്റം ലോഞ്ചർ എന്നതിന് പകരം വേറെ ഏതെങ്കിലും ആപ്പുകൾ സെലക്റ്റായി കിടക്കുന്നുണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. വീഡിയോ ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് സൈബർ മൊബൈൽസിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക.